ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നെക്ക് ഡിസൈൻ ആണ് ചുരിദാറിനുള്ള. അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ഞാൻ വീഡിയോയിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു മോഡലാണ് കേട്ടോ ഇന്നത്തെ നെക്ക് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അതിൽ ഫ്ലവേഴ്സും പിന്നെ ബീഡ്സും ഫ്രഞ്ച് നോട്ട്സൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാനിവിടെ നെക്കിൻ്റെ ഒരുവിധം പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 ഫ്ലവർ കൂടി ആട്ടോ ചെയ്യാനുള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഞാൻ ലേസി ഡേയ്സ് എന്ന് പറഞ്ഞ സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ആ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ. ഇപ്പോൾ ഇവിടെ ഞാൻ 6 സ്ട്രാൻഡ്സും യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു സൈഡ് കട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ താഴെ നിന്ന് ഇങ്ങനെ സൂചി കുത്തിയെടുക്കുക. സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് കുത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ ആ സ്റ്റാർട്ടിങ് പോയിന്റ് തന്നെ തൊട്ടടുത്ത പോയിന്റിൽ നിന്നും സൂചി താഴേക്ക് ഇങ്ങനെ ഇറക്കിയിട്ട് അതിൻ്റെ ആ ലൈൻ്റെ എൻ പോയിന്റില്ലേ, ആ എൻ പോയിന്റിലൂടെ ഇങ്ങനെ പൊക്കിയെടുക്കുക. പൊക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ വേണം പൊക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലൂടെ വേണം നീഡിൽ മുകളിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവിടെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറത്തേക്കൂടെ താഴേക്ക് ഇറക്കാം. അപ്പോൾ അതൊരു ലോക്കായിപ്പോയി. അപ്പോൾ അതിനെയാണ് ലേസി ഡേയ്സി സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇതുപോലെ ഈ ലേസി ഡേയ്സി സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ബാക്കി എല്ലാ പെറ്റൽസും ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് സെന്ററിൽ ബീഡ്സ് പിടിപ്പിക്കണം. അതിന് വേണ്ടി ഞാനൊരു ഓഫ് വൈറ്റ് കളർ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. അത് നോർമലി നമുക്ക് ബീഡ്സ് അറ്റാച്ച് ചെയ്യുന്ന പോലെ തന്നെ അവിടെ അറ്റാച്ച് ചെയ്തെടുക്കാം. നമുക്ക് ആ സൽവാറിന്റെ കളർ ബീഡ്സ് അറ്റാച്ച് ചെയ്താലും നല്ലതായിരിക്കും. ഇനി ഞാൻ 2 ബീഡ്സ് കൊണ്ട് ഒരു ഫ്ലവർ പോലെയാണ് ചെയ്യുന്നത്. അതിന് സെൻറ്ററിൽ ഞാൻ നോർമൽ ആ ക്രീം ബീഡ്സ് ഇല്ലേ, ആ ബീഡ്സ് ആണ് സെൻറ്ററിൽ പിടിപ്പിക്കുന്നത്. പിന്നെ അതിൻ്റെ ചുറ്റും ഒരു 6 2 ബീഡ്സ് പിടിപ്പിക്കുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് ഞാൻ ആ 2 ബീഡ്സ് ചെയ്തെടുക്കുന്നത്.
അപ്പോൾ ആ 2 ബീഡ്സ് വെച്ചിട്ടുള്ള ഫ്ലവറും ലേസി ഡേയ്സിയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇടയിലുള്ള ആ ഗ്യാപ്പുകൾ ഉണ്ടല്ലോ, അതിനെ ഫ്രഞ്ച് നോട്ട്സ് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. ഞാനിവിടെ ഫ്രഞ്ച് നോട്ട്സ് ചെയ്യുന്നത് 2 ലൂപ്പാണ് ഇടുന്നത്. കണ്ടോ, ഇവിടെ 2 ലൂപ്പാണ് ഇട്ടിരിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ 3 ലൂപ്പ് വെച്ചും ചെയ്യാം. അതിപ്പോൾ ജസ്റ്റ് ഞാൻ 2 നോട്ടിട്ട് ചെയ്തേ ഉള്ളൂ. അപ്പോൾ അതുപോലെ അതിൻ്റെ ആ ഗ്യാപ്പ് മുഴുവൻ ഈ ഫ്രഞ്ച് നോട്ട്സ് വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കാം നമുക്ക്. നമ്മുടെ നെക്ക് ഡിസൈൻ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് തുടക്കക്കാർക്കൊക്കെ ചെയ്യാവുന്ന ഭയങ്കര എളുപ്പത്തിലുള്ള ഒരു നെക്ക് ഡിസൈൻ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്